ബഹുമാനപ്പെട്ട നിജാമി ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉസ്താദിന്റെ ശബ്ദത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ശക്തി പകർന്നു കൊടുക്കട്ടെ. അതുപോലെ ദേഹത്തിന് അല്ലാഹു ആഫിയത്തും ആയുസ്സും ആരോഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദർഭത്തിൽ പ്രത്യേകം ദ്വാർന്നുകൊണ്ടുള്ള അതിരൊട്ടിയെ ഞങ്ങളെ ജില്ലാ സെക്രട്ടറിക്കും സുദീർഘമായിട്ടുള്ള യാതൊരു പലക്കത്തുക്കുന്നാണ് മുന്നോട്ട് പോകണ്ടുള്ളത്. ഇത് വാസ്തവമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടുകു അള്ളാഹു ചൊന്ന പലക്ക നബിയെ നിങ്ങ കാട്ടിക്കൊടുത്തത് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒട്ടുകു സ്വഹാബത്തിനൊട്ടുകും അള്ളാഹ് ഖുർആനിൽ ചൊന്നത് ഇത് നേരായിട്ടിക്കട്. അതിന് പിറകില നിക്കറു നിങ്ങ വലാ തത്തബിഉ സുബുല. വേറെ വേറെ തെറുങ്ങ വന്നു പോവും. ആ തെറിലൊന്നും നിക്കണ്ട. വേറെ വേറെ തെറുങ്ങ സുബുൽ തെറുമത്തുകോ ഒരു തെറുവല്ല. വേറെ വേറെ ഭിന്നമായ പ്രസന്നമായ വേറെ വേറെ തെറുങ്ങ നിങ്ങൾ കാണുക സാധ്യാവൂ. അങ്ങനെ ഒരു വേള വേറെ തെറുകു നിങ്ങൾ പോയെങ്കിൽ പടച്ചോന്റെ തെരുടെ വിട്ടുട്ടോ വേറെ തെരുവുക്ക് നിങ്ങൾ പോയി പോവറി. അതുകൊണ്ട് നന്റെ തെരു ഇത് ഋജുവായ ദൃഢമായ നേരായ തെരു ഇതായിട്ട് ഈ തെരു നിക്കറോ. എന്റെ ഈ വിഷയം നിങ്ങൾ വസിയത്ത് ചൊല്ലുടെ എന്തൊക്കെ ചൊല്ലേ നിങ്ങ പേടിക്കിടങ്ങാവണോ. ആരെ നിങ്ങ പേടിക്കിടങ്ങാവണോ, തഖ്വ ഉള്ളങ്ങ ആവണോ. അതുക്ക് പേരുമായിട്ട് അള്ളാഹുടെ ഭാഗത്തുള്ള ഒരു വസിയത്ത് ഞാൻ സംക്ഷിപ്തമാക്കിയിട്ട് സുദീർഘമായിട്ട് നാ പലക്കറിയില്ല സവിസ്താരമായിട്ട് ഇനി നിസാമി ഉസ്താദിന്റെ പ്രസംഗം നടക്കുമ്പോൾ അതുകൊണ്ട് സംക്ഷിപ്തമായിട്ട് രത്നച്ചുരുക്കം ചൊന്ന പോലെ ചില വിഷയങ്ങളെ മാത്രമേ നാം നിങ്ങളെ മുന്നിലിട്ടുണ്ടല്ലേ. അള്ളാഹു ചൊന്നത് നന്റെ ഒരു തെരു, അതിനപ്പുറം വേറെ വേറെ തെരുവുണ്ട്. ഇത് ചൊന്നല് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറാഅത്ത് സൂറത്തിലെ അവസാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറാഅത്ത് സൂറത്തിലെ 100-ാമത്തെ ആയത്തിൽ والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ചുരുക്കത്തിൽ ചൊന്നെങ്കിൽ നബിരൊട്ടുക്ക് ഉന്ന കണിക്കത്തെ ദീനക്ക് മുൻകടന്ന് വന്ന കണിക്കത്തെ മുഹാജിർ അൻസാർ അങ്ങ നന്റെ തേറിലുള്ളറി. അങ്ങ മാത്രമല്ല അങ്ങനൊട്ടുകു തുടർന്നിട്ടുള്ളെങ്കും വിജയിച്ചു പോയറി. അങ്ങക്കുള്ള ഐഡന്റിറ്റി റളിയല്ലാഹു അൻഹും വറളു അൻഹു. അങ്ങ് അള്ളാഹ് തൃപ്തിപ്പെട്ടങ്ങും അങ്ങനെ ಬಗ್ಗೆ അള്ളാഹ് തൃപ്തിപ്പെട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ಬಗ್ಗೆ അങ്ങും തൃപ്തിപ്പെട്ടറി. ഇത് വിശുദ്ധമായ ഖുർആൻ ഞങ്ങൾക്ക് ഓർമ്മയാക്കി തന്റെ ഗണികത്തെ വാസ്തവ വിചാര ആയിട്ടിക്കടെ. ഇനി ഞങ്ങൾക്ക് പരിശോധിക്കാം. നബിരൊട്ടുക്ക് ചൊന്നത് നബിയെ നിങ്ങോ കാട്ടിത്തന്നത് നന്റെ തെരുവായിട്ടിക്കടെ. സ്വഹാബത്തിനെ ಬಗ್ಗೆ ചൊന്നത് നിങ്ങളെ പിറകെ ആറ് നിണ്ടറി അങ്ങ് വിജയിച്ചു പോയറി, നിങ്ങളെ അനുസരിച്ചങ്ങ. അതിൽ പിന്നെ അല്ലാഹുവിന്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടുകു നേരിട്ട് പേരെടുത്ത് ചൊന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് ചൊന്നല്ലായത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന ആമനൂ മഅഹു മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന ആമനൂ മഅഹു അഷ്ഹദു മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെ ആ നബിനൊട്ടുക്ക് വിശ്വസിച്ചിട്ടുള്ള സ്വഹാബത്ത് എങ്ങനത്തെ
അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും, പരസ്പരം കരുണ കാട്ടിനെ. അതേപോലെ അള്ളാഹു വിരോധിച്ചങ്ങളൊട്ടുകോ, അള്ളാഹുടെ ധിക്കാര കാട്ടിയങ്ങളൊട്ടുകു ധിക്കാരം, കടുപ്പം കാട്ടിയ ആൽമാർ. തറാഹും റുക്കൻ സുജ്ജദാ, അള്ളാഹു സാഷ്ടാംഗം ചെയ്യടങ്ങ, സുജൂദ് ചെയ്യടങ്ങ, റുകൂ ചെയ്യടങ്ങ. അള്ളാഹു സർവവും സമർപ്പിക്കടെ ആൽമാർ. അങ്ങനത്തെ ആൽമാർ അത് ചൊന്നൽ പിന്നെ ഒരു വാക്യം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുട ഐഡന്റിറ്റി ചൊല്ലുടാം. തറാഹും റുക്കഅൻ സുജ്ജദൻ യബ്തഗൂന ഫളലം മിനല്ലാഹ്. പടച്ചോന്റെ പൊരുത്തം, അല്ലാഹുവിന്റെ ഔദാര്യം, വറുദ്വാന, പടച്ചോന്റെ പൊരുത്തവും അവന്റെ ഔദാര്യവും മാത്രം ആഗ്രഹിക്കണഗണികത്തെ ആൽമാർ, വേറെ ഒന്നുമില്ലേ. ആ സ്വഹാബത്ത് യബ്തഗൂന ഫളലം മിനല്ലാഹി വറുദ്വാന, അത് ചൊന്നല് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനില് പടച്ചോന്റെ തിരു നിക്കിടങ്ങ ആറ് ചൊല്ലുതിരെ ഒരു സിഗ്നിഫൈ ആക്കുക വേണമായിട്ട്, ഒരു നോട്ടിഫൈ ആക്കുക വേണമായിട്ട് ഒരു സിഗ്നൽ അള്ളാഹു നൽകടാ. എന്തിനത് സീമാവും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലതി. അല്ലാഹു ഓർമ്മയാക്കിയത് തറാഹും റുക്കഅൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറുദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്. പരിപൂർണമായ ശരണാഗതി ആയിട്ടുള്ള, സാഷ്ടാംഗം ചെയ്യടെ സുജൂദിനെ അഹ്ലുക്കാരായിട്ടുള്ള ആൽമാർക്ക് അങ്ങനെ മുഖത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ അടയാളങ്ങളെ സൃഷ്ടിച്ചതാ. അല്ലാഹു അടയാളപ്പെടുത്തിരാ, മുഖത്തിൽ അല്ലാഹു അടയാളപ്പെടുത്തിരാ. ആ അടയാളം ഏത്? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് പല നിലക്കും വ്യാഖ്യാനിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഈമാന്റെ അടയാളമായിട്ടിക്കട്, തഖ്വയുടെ അടയാളമായിട്ടിക്കട്, വറയുടെ അടയാളമായിട്ടിക്കട്, അല്ലാഹുടെ പേടി, അല്ലാഹുടെ പൊരുത്തം അതായിട്ടിക്കട് അടയാളപ്പെടുത്തരുത്. ഈ വിഷയത്തിൽ ചൊല്ലുമ്പോ മഹാന്മാരായ അയിമ്മത്ത് അവിടെ രേഖപ്പെടുത്തുന്നത് ഇന്നലിൽ ഹസനതി നൂറൻ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ വെളിച്ചം നല്ലതാക്കടെ ആൽമാർ സാലിഹീങ്ങളെ അടയാളമാ. ഇന്നലിൽ ഹസനതി നൂറൻ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ പ്രകാശമുണ്ടാകും. വളിയാഹം ഫിൽ വജ്ഹി, മുഖത്തിൽ തെളിച്ചമുണ്ടാകും. അതേപോലെ വസഅതം ഫിൽ റിസ്ഖ്, റിസ്ഖിലുള്ള വിശാലത. വമഹബ്ബതൻ ഫിന്നാസ്, മനുഷ്യന്മാർ ഭാരി അംഗീകരിക്കുവർ, പിരിസവെക്കുവർ. ഈ നാല് അടയാളങ്ങളായിട്ട് കിടയി സ്വാലിഹീങ്ങു അതുപോലെ നല്ലതാക്കടെ ആൽമാർ കൊടുക്കലുണ്ട്. ഈ ആയത്തിന് തഫ്സീറില് മഹാന്മാരായിട്ടുള്ള അയിമ്മത്ത് രേഖപ്പെടുത്തിയറി. ഇത് നാം എന്തിനു ചൊന്നെങ്കിൽ ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കാട്ടി തന്നെ ഗണികത്തെ അസ്ഹാബി കന്നുജൂം ചൊന്നല്ലേ. ആ സ്വഹാബത്തിനെ പോലെ ആറ് ജീവിക്കടറി അങ്ങു فمن اكتفى اثر الصحابه فهو منهم. ഇബ്നു കസീർ രേഖപ്പെടുത്തത് മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന ആമനൂ മഅ യുടെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇബ്നു കസീർ രേഖപ്പെടുത്തിയില്ലേ ഫമൻ ഇക്തഫാ അസറ സ്വഹാബ, സ്വഹാബത്തിലെ ആ നിലവാരം, ആ വ്യക്തിത്വം, ആ ഗുണവിശേഷണ ആരെല്ലാം പിന്തുടർന്ന അങ്ങയെല്ലാം അങ്ങെല്ലാം സ്വഹാബത്തിന് ഹുക്കുമുകളായിട്ട് കിണറി. അങ്ങും പ്രത്യേകമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോ
മനസ്സിലാക്കണായത് സ്വഹാബത്തും നബിയും സ്വഹാബത്തും ചില അടയാളങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു കാട്ടിക്കൊടുത്തരാ. അങ്ങനത്തെ ഗുണവിശേഷതകൾ ആരിലുണ്ട് അങ്ങനെ പിന്തുടരൽ വാജിബായിട്ടില്ലേ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അത് മാത്രമല്ല, ഇനി നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫുസ്സിലത്ത് സൂറത്തില് 33-ാമത്തെ ആയത്തിൽ അല്ലാഹു ചൊല്ലുന്നില്ലേ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹ്. അള്ളാഹുടെ ദീനുക്ക് വേണമായിട്ട് ഇനി ദഅവത്ത് കൊടുക്കുക വേണമായിട്ട് പലക്ക പറഞ്ഞ കണികത്തെ ആളെക്കാട്ടി മെച്ചപ്പെട്ടവനാരാ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹ്. അള്ളാഹുടെ ദീന് പഠിപ്പാട്ടുക വേണമായിട്ട് ചിലർ കേൾക്കണറി സമസ്ത എന്താക്കിരുണ്ട് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്തൊരു ഫലക്കമാം. സുബഹിക്ക് 6 ഗಂಟೆಗೆ ബെല്ലടിക്കുമ്പോ എല്ലാ മദ്രസത്തിലും 12 ലാക്ക് മക്കയണിച്ച് നിന്നിട്ട് കൈയുതാകിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉമ്മുൽ ഖുർആനായ ഖുർആന്റെ ഉമ്മയായ ഫാത്തിഹ സൂറത്ത് ഓതര് കണിയത്തെ അതും 12 ലാക്ക് തോലും മക്ക ഓതര് കണിക്കത്തെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയെങ്കിൽ ഇത് ഒരു നാളില് അപ്പോ 51 ഇങ്ങനത്തെ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നെങ്കില് വർഷങ്ങൾ എത്രയിട്ട് ഇത്രമാത്രം വർഷങ്ങളില് ലാക്കുകട്ടിലെ കോട്ടികട്ടിലെ ആൾമാർക്ക് ഇൽമു പഠിപ്പാട്ടി കൊടുത്ത് കണികത്ത് അങ്ങനത്തെ സമസ്ത ചൊല്ലെ കണികത്ത് ആ വിദ്വാംസ സഭ അതാക്കി കണികത്തെ ഇഹ്സാൻ അതിനെ കാട്ടി വലിയത് ലോക ചരിത്രത്തിൽ എന്തിനെ ഉണ്ട് കാട്ടുകോ ആർക്കും കാട്ടുകയില്ലേ. അതല്ലേ അല്ലാഹു ചൊല്ലത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹ് വഅമില സ്വാലിഹാ. നല്ല കാര്യമാക്കിയിട്ട് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിം ചൊന്നിട്ട് ചൊന്നകണിക കാലക്കാട്ടി യോഗ്യനാരാ. അള്ളാഹുടെ ദീൻ പഠിപ്പാട്ടി കണിക ആൽമാരെ കാട്ടി ബില്യങ്ങാർ അറിയില്ലേ. അപ്പോ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഇതിനെ വ്യാഖ്യാനിക്കണേ, ആരാ ഇത്? അള്ളാഹുടെ ദീൻ പഠിപ്പാട്ടി ആൽമാരാരാ? ഹാദാ ഹബീബുല്ലാഹ്, അള്ളാഹുടെ ഹബീബ്. ഹാദാ വലിയുല്ലാഹ്, അള്ളാഹുടെ വലിയേ. ഹാദാ സഫവത്തുല്ലാഹ്, ഇത് അള്ളാഹുടെ തെരഞ്ഞെടുക്കപ്പെട്ട ആളെ. ഹാദാ ഖൈറത്തുല്ലാഹ്, അള്ളാഹുടെ തെരഞ്ഞെടുത്ത യോഗ്യരായ ഖൈറായ ആൽമാർ. വഹാദാ അഹബ്ബു അഹ്ലിൽ അർളി ഇലല്ലാഹ്, അള്ളാഹുടെ ദുനിയാവിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ആൽമാരായിട്ട് കിടറി. അത് ചൊന്നല് പിന്നെ അള്ളാഹുടെ ദഅവത്തിന് ഉത്തരം കൊടുത്ത ആൽമാർ. അള്ളാഹു എന്തിനു ഉത്തരം കൊടുക്കണോ ആ തെരുക്കു മനുഷ്യന്മാരെ ഹിദായത്താക്കിയ ആൽമാർ. അതുകൊണ്ട് അള്ളാഹുടെ ദീൻ പഠിപ്പാട്ടേ ആൽമാർ ആലിമീങ്ങൾ, ഉഖ്റവിയായ ആലിമീങ്ങൾ, അങ്ങ് ഖലീഫത്തുള്ള അള്ളാഹുടെ ഖലീഫ് പ്രതിനിധിയായിട്ട് കിടറി. ഇത് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ചൊന്നതായിട്ട് കിടറി. ഈ ചൊന്ന എല്ലാ ഗുണവും സമസ്തത്തെ വറക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ഇണ്ട് ജിഫ്രി ശൈഖുന സയ്യിദുന വഖായിദുന ജിഫ്രി തങ്ങൾ വരെയുള്ള ആലിമീങ്ങളെ സയ്യിദന്മാരെ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ എല്ലാം സമ്പൂർണമായിട്ട് കിടി. ഇനിയും നിങ്ങൾ മനസ്സിലാക്കണമെങ്കിലേ ഈ തഫ്സീർ വ്യാഖ്യാനത്തിൽ ആരാ വഹുവ ഫീ നഫ്സിഹി മുഹ്തദിൻ, സ്വയം നല്ല ഹിദായത്തുള്ള ആൽമാർ. ബിമാ യഖൂലു, അങ്ങ് പലക്ക പറഞ്ഞത് അപ്പറിപ്പറായി പോവല്ലേ. പിന്നെ സ്വയം അങ്ങ് കൊണമുണ്ട്, അതുപോലെ വേറൊരുത്തക്കും കൊണാക്കിടറങ്ങാം. وليس هو من الذين يأمرون بالمعروف, പക്ഷേ ഇതല്ല നല്ലത് ചൊന്നിട്ടു ബെടക്കാക്കട ആൽമാരല്ല. അതേപോലെ വയൻഹൗന അനിൽ മുൻകർ വയൽതൂന, വേണ്ടാത്തതിനെ വിരോധിക്കപ്പെട്ടതിനെ വിരോധിക്കിടറി, പാടില്ലാത്തതിനെ വിരോധിക്കിടറി. പക്ഷേ അങ്ങത് എന്താക്കിടറി കൊണ്ടുവണ്ടറി.
ബൽ യഅ്തമിറു ബിൽ ഖൈരി വയതുറുകു ശർറ. ഖൈർ മാത്രം കൊണ്ടുവന്ന ആൽമാർ, ഷർറുടെ ഒരു നിലക്കും സ്വീകരിക്കാത്ത ആൽമാർ. വയദുൽ ഖാൽഖ ഇലൽ ഖാലിഖ് തബാറക വതആല. ഇബ്നു കസീർ 4-ാം ജുസ് 177-ാമത്തെ പേജിൽ ഇത് കാണുന്നത് സാധ്യ. അപ്പോ അള്ളാഹുടെ ദീനുക്ക് മാത്രം വിളിക്കടെ കണിക്കത്ത ഒരു വിഭാഗ അതല്ലേ ഹിഫ്ളുൽ ഖുർആൻ ഇവിടെ ഈ റായത്തിൽ തുടങ്ങണോണ്ട് ഉദ്ദേശിച്ചെങ്കിൽ ഈ റായത്തെ മക്കളിലെ ഹഫിളിങ്ങ പറഞ്ഞു, ഈ റായത്തെ മക്കളിലെ അലിമീങ്ങ പറഞ്ഞു. അള്ളാഹുടെ ദീനുക്ക് ആൽമാരെ വിളിക്കടെ കണിക്കത്ത ആൽമാർ പറഞ്ഞു. അതല്ലാണ്ട് ദുന്യാവിടെ പിറകെ പോണ്ടേ കണിക്കത്ത് വ്യവസ്ഥ അല്ല. അപ്പോ ഏറ്റവും ഹൈറായ ഒരു വിഷയമായിട്ട് ഇവിടെ ഇനി നാണ് ജാസ്തി ചൊല്ലുക പോണ്ടില്ലേ. ഞങ്ങൾ നോക്കൊരു എല്ലാ ഞങ്ങളെ മിമ്പറിങ്ങളില് വെള്ളിയാസരുണ്ട് 2 ഖുത്ബത്ത് ഇടല് ഒരു ആയത്ത് ചൊല്ലലുണ്ട്. ഏതായത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. നിന്റെ അവിടെ ദെക്കുക ഒരു ആയത്ത് ചൊല്ലലും. ദെച്ചവിടെ നിൽക്കുക നിങ്ങൾ ആകെ അവർക്ക് ദെക്കുക ഉണ്ടല്ലേ, അത് ഫർലായിട്ട് കിടല്ലേ, ഷെർത്തല്ലേ. അപ്പോ ഫർള് ചൊല്ലുന്നതും ഷെർത്തക്ക് മാനത്ത് ഉപയോഗാവിടും. അങ്ങനെ ഈ ദെക്കിട ഗണികത്തെ ഈ സന്ദർഭത്തിൽ ചൊല്ല ഗണികത്തെ ഒരു ആയത്തുണ്ട്. ആ ആയത്തിൽ എന്താ ചൊല്ലത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ പേടിക്കണം. ഖൂലൂ ഖൗലൻ സദീദാ, സദീദായ പലക്ക നിങ്ങൾ ചൊല്ലണോ. സദീദായ പലക്ക. എന്തിന് സദീദായ പലക്ക ചെന്നെങ്കിൽ? സദീദായ പലക്ക ചെന്നെങ്കിൽ എന്തിന്? ഫീഹി തഅ്വീൽ 6 തഅ്വീലാത്ത്. ഇതിൽ 6 തഅ്വീലിങ്ങ ഉണ്ട്. 6 തഅ്വീലിങ്ങ സദീദ് ചൊല്ലെ കണിക്കത്തൊരു കൗലുക 6 തഅ്വീലിങ്ങ ഉണ്ട്. അതിൽ ഒന്നാമത്തെ തഅ്വീല് എന്തിനേണ്ട് ചൊന്നെങ്കിൽ, ഒന്നാമത്തെ തഅ്വീലാ സദീദാന്ന് ചൊന്നെങ്കിൽ അതിലായ നീതിയുള്ള ഗണികത്തെ നീതിയുക്തമായിട്ടുള്ള കൗല് യാ നിലക്കും ന്യായത്തിന് തപ്പി പോണ്ടതല്ല. ഒന്നാമത്തത് നീതില് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ ആ ഖുത്ബത്തെ അവസാനത്തിൽ നിങ്ങൾ ചൊല്ലുല്ലേ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അദ്ലി വൽ ഇഹ്സാൻ അദ്ലായിട്ട് കിടേ അല്ല കൽപ്പിക്കടത്. ഈ ഖുത്ബത്തെ രണ്ടാമത്തെ ഖുത്ബത്തെ അവസാനത്തിൽ ചൊല്ലെ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ആ അദ്ലായിട്ട് കിടേ. രണ്ടാമത്തേതോ സവാബാ, നേര് പലക്ക ചൊല്ലേങ്ങ, കളവ് ചൊല്ലേങ്ങ അല്ല. കളവ് ഉള്ളത് ഉള്ള പോലെ ചൊല്ലേങ്ങ. സവാബാ അത് നേരായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെയും വ്യാഖ്യാനിച്ചതുണ്ട്. അപ്പൊ സവാബാ لا يتكلمون إلا من أذن له الرحمن وقال صوابا. സവാബില്ലാത്തങ്ങ് പടച്ചോന്റെ മുന്നിൽ നിൽക്കുക സാധ്യയില്ല. അപ്പൊ ഞങ്ങൾ ചൊല്ലിയ ഫലക്കങ്ങ് സവാബായ ഫലകായിട്ട് വേണോ. മൂന്നാമത്തെ അഭിപ്രായ സിദ്ഖാ. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ മഅസ്സാദിഖീൻ. നേരസ്ഥന്മാർ, സിദ്ഖുള്ള ആൾമാർ നിങ്ങാവണോ. അതായിട്ട് സദീദ് ചൊല്ല് കണിക്കത്തെ മൂന്നാമത്തെ വ്യാഖ്യാനം. നാലാമത്തെ വ്യാഖ്യാനം ചൊല്ല് മഹാനായ ഇക്രിമാ റളിയല്ലാഹു തആല അൻഹു കൊടുക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സദീദായ കൗലി. പിന്നെ അഞ്ചാമത്തെ ഒരു വ്യാഖ്യാനം കൂടി കൊടുക്കണേ. അതെന്തെങ്കിൽ മാ യുവാഫിഖു ളാഹിറുഹു ബാത്തിന, ഉൽഗം പുറത്തും ഒരുപോലെ ഉള്ളത്. അഞ്ചാമത്തെ വ്യാഖ്യാനം. അഞ്ചാമത്തെ വ്യാഖ്യാനമായിട്ട് കിടത് ഉൽഗൊന്ന് പുറത്തൊന്നല്ല, ആൾമാരെ മുന്നൊന്നും ഔത്തിലൊന്നല്ല, പെഞ്ഞായിരം മുട്ട വന്നു, മക്കളിട്ട് കൊന്നു അല്ല, റായത്തങ്ങളിട്ട് കൊന്നു അല്ല, അന്യ പെണ്ണിട്ട് ഒരു രീതി അതല്ല. പിന്നെ ഉൽഗം പുറത്തും ഒരുപോലെ ഉള്ള ആള്. അതേപോലെ ആറാമത്തെ ഗുണമായിട്ട്
പ്രതിയൊന്നിലും അള്ളാഹുടെ വജിയുടെ കരുതായിട്ടിക്കടേ. അപ്പോ ആ മിമ്പറിൽ പറ്റിട്ട് ഈ ഉസ്താദന്മാര് എല്ലാ വെള്ളിയാസയും ചൊല്ലെ കണിക്കത്തത് ഞങ്ങൾ ചൊല്ലുന്നപ്പോ അല്ലാഹുമ്മ സല്ലി അലാ എന്തേ നമുക്കെന്തോ അത് ഹക്കോ തീരെ നീ സ്വലാത്ത് ചൊല്ലുവാ വേണ്ട ചൊല്ലുള്ളേ. അതുപോലെ മാ സ്വലാത്ത് ചൊല്ലേ എന്തുവാ ഇല്ല നീ സ്വലാത്ത് ചൊല്ലോണ്ട് ചൊല്ലുള്ളേ. അങ്ങനെ മാ അർത്ഥാക്കണോ ഭാര്യ അർത്ഥാക്കണ എനിക്ക് വിഷയ ആറ് വിഷയത്തെ ഇവിടെ വ്യാഖ്യാനിക്കട്. അതേപോലെ ഇനിയും നാ നിങ്ങൾക്കൊന്ന് ഓർമ്മയാക്കി തണ്ടേ. അതെന്തിനു ചൊന്നെങ്കിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മയാക്കണത് യാ അബൂ ഹുറൈറ അബൂ ഹുറൈറ നിങ്ങ ഒരു സ്വറാക്കണോ എന്തിനു ചൊന്നെങ്കില് വേറെന്തല്ല നാം നിപ്പാട്ടുമ്പോ ഞാൻ നിങ്ങൾക്ക് ഓർമ്മയാക്കണത് യാ അബൂ ഹുറൈറ അലൈക യാ അബൂ ഹുറൈറ അബൂ ഹുറൈറ നിങ്ങൾ ഒരു തെരു നടക്കണോ. എങ്ങനത്തെ തെരു ബിതരീഖി അഖ്വാമിൻ ഇദാ ഫസിയൻ നാസു ലം യഫ്സഊൻ മനുഷ്യന്മാരെ പേടിക്കുമ്പോ നമുക്ക് പേടിയില്ല. വൈദാ തലബന്നാസുല്ലമാന ലം യഖാഫൂ നിർഭയം അതായത് രക്ഷത് മനുഷ്യന്മാർ തേടിയോണ്ട് നട്ടം തിരിഞ്ഞോണ്ട് വരുമ്പോ ലം യഖാഫൂ ഇക പേടിക്കലേ. قال أبو هريرة കേക്കട് മൻഹും യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ അതാരായിട്ടിക്കടാ. قال قوم من أمتي في آخر الزمان ആഖിർ സമാനിൽ വേണ്ടി ഒരു വിഭാഗം ആൽമാരായിട്ടിക്കട യുഹ്ശറൂന യൗമൽ ഖിയാമ മിസ്ലൽ ബർഖ് മിന്ന പറക്കും പോലെ അബിരിഹ അതല്ലെങ്കിൽ കാറ്റടിച്ച് വീശും പോലെ തഗ്ശാ അബ്സാറഹുൽ ജമ്മാൻ ആ ഖിയാമത്ത് നാളിൽ വേണ്ടി സർവ്വ ആൽമാരെയും മേൽ പിടിച്ചം നിറയിട് മിന്നൂരിഹിം അങ്ങനത്തെ ആൽമാർ ഖിയാമത്ത് ഒരു വിഭാഗം ആൽമാർ ബണ്ടറി അങ്ങ് എത്രമാത്രം പോർ ചൊന്നെങ്കില് യുഹ്ശറൂന യൗമൽ ഖിയാമത്തി മഹ്ശറൽ അംബിയാ അമ്പിയാക്കന്മാർ പോയി നിൽക്കുന്ന ജാഗലങ്ങ നിക്കണറി. അമ്പിയാക്കന്മാർ പോയി നിൽക്കുന്ന ജാഗലങ്ങ നിക്കണറി. അങ്ങ് ആറ് ആസറുൽ ജൂഅ വൽ അത്ശാ അങ്ങ് വേറെ ആരുമല്ല പസിച്ചിട്ട് പയിച്ചിട്ട് നിൽക്കുന്നത് അങ്ങ് ഇഷ്ടപ്പെട്ടറി. ദാഹിച്ചു നിൽക്കുന്നത് അങ്ങ് ഇഷ്ടപ്പെട്ടറി. ചെന്നെങ്കിൽ ആഡംബര വൈഭോഗ ദുന്യവിയായ പ്രൗഢി അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ. പിന്നെ വതറകുൽ ഹലാല ഖശിയത ഹിസാബി പടച്ചോന്റെ മുന്നിൽ പോയി നിൽക്കണ ചൊല്ലെ ഒരേ ഒരു പേടിക്ക് പേന്മായിട്ട് ഹലാലിനെ വിട്ടുമുട്ടറേ ഹലാലായതിനെ വിട്ടുമുട്ടറേ. സംശയമുണ്ടാ ഈ വിഷയത്തില് അമ്പിയാക്കന്മാരെ മുട്ട പോണുകു താക്കത്തുള്ളങ്ങായിട്ട് കിടറി ഈ സമസ്തത്തെ സർവാനിമീങ്ങളും എന്തേ ഓരോരുത്തരെ പരിശോധിച്ച് നോക്കുന്നു. നിങ്ങൾ മഹാനായ മാനുസ്താൻ നയിച്ച കാസിന്റെ ചൊന്നിട്ട് 50,000 രൂപ കൊടുത്തപ്പോ റസീദ് തന്നു. നജാത്ത് കോളേജിന് ദാറുൽ നജാ കോളേജിന് റസീദ് തന്നു. നന്റെ മുട്ട കാസില്ല നിങ്ങൾക്ക് സംഭാവന തരണുകോ നിങ്ങ തന്നെതിരെ ഇതാ ദാറുൽ നജാത്തിന് നാ തന്നുണ്ടല്ലേ. മഹാനായ കേട്ടി ഉസ്താദ് ഹലാലായിട്ടുണ്ട് ബിൽക്കുൽ വേണ്ട. ഹലാലായതിനെ മുട്ടുമുട്ടരെന്തേ ഖശിയത ഹിസാബിഹി പടച്ചോന്റെ മുന്നിൽ പോയിട്ട് നിൽക്കണല്ലേ ചൊല്ല പേടിക്ക്. ആനായ ചെറുശ്ശേരി ഉസ്താദ് ഗൾഫ് പോയപ്പോ കൊറിയ കാസ് സമസ്ത സെക്രട്ടറി അല്ലേ സ്വരൂപിച്ചിട്ട് കൊടുത്തര ലക്ഷക്കണക്കിന് പൈസ കാട്ടിയേറി. അപ്പൊ ചൊന്നെ വളക്ക സമസ്ത അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ലേ എടുത്തെങ്കിലും നിങ്ങൾ കരിപ്പാട്ടേ അല്ല ചെലവുകി കട്ട് വേണ്ട നന്റെ കിസേര് പൈസ പിറകു പോണ്ട പൈസ നാ വെച്ചോണ്ടേ. ഇങ്ങനത്തെ വ്യക്തിത്വങ്ങളല്ലേ. അതേപോലെ മഹാനായ കോയക്കുട്ടി ഉസ്താദ് കാലിക്ക് ചെരുപ്പിട്ടപ്പോ ഒന്നുണ്ടാ കാലിക്ക് ചെരുപ്പിട്ടപ്പോ ഞങ്ങളെ മക്ക സ്കൂളിൽ പോണെങ്കിൽ ദർസ് പോണെങ്കിൽ കാലിക്ക് ചെരുപ്പില്ലെങ്കിൽ മക്ക സ്കൂളിൽ പോകണ്ടല്ലേ.
സമസ്ത ചൊല്ലഗണിക്കത്തെ മഹിതമായ പ്രസ്ഥാനത്തിൽ ആ പ്രസിഡന്റായ കോയക്കുട്ടി ഉസ്താദ് കാൽക്ക് ചെരുപ്പിട്ടത് എപ്പകൊണ്ടുണ്ടാ അതാ തന്റെ റായത്തിൽ മെഡിക്കൽ ഷാപ്പുക്ക് മോണ്ടിട്ടുക പോണ്ടും മറന്നുക പോയിട്ടാകുമ്പോ അവിടെ മെഡിക്കൽ മുഹമ്മദ് ഹാജി അയാൾ കാൽക്ക് ചെരുപ്പിട്ടിട്ടില്ലേ. അപ്പൊ കേക്കട് മോന് കോയക്കുട്ടി ഉസ്താദ് കെട്ടി കേക്കട് ഇത്ര വലിയ പൈസക്കാര ഹാജിയാർ കാൽക്ക് ചെരുപ്പിട്ടല്ലേ. അപ്പൊ കോയക്കുട്ടി ഉസ്താദ് ചൊല്ലു, മോനെ നീനെന്തു അതിനെ ಬಗ್ಗೆ ಟೆನ್ಷನ್ ಅಡಿಗಂಡ, ಕಾರಣ ನಾನು ചെരുപ്പിട്ടപ്പോ കൊണ്ടുണ്ട ನಾನು മുദരിസായിട്ട് ഫസ്റ്റ് ശമ്പളം കിട്ടിയപ്പോ അത്രത്തോളം നമുക്ക് കാല് ചെറുപ്പിന്നല്ലേ. അപ്പോ എന്തിനാ മനസ്സിലാക്കുന്നത്? ഇങ്ങനത്തെ ആൾമാർ അവസാനം ഹിസാബി ആ റൂമിടെ ഉൽഗ ഞങ്ങൾ കപ്പാട്ടുകളിൽ ബംഗാറും അതുപോലെ LICയുടെതും അതുപോലെ ബാങ്കിയുടെ ആ ബുക്ക് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുമ്പോ കോയക്കുട്ടി ഉസ്താദിന് ആ ഔത്തുള്ളതെന്തിന് കബറെടുത്ത് വെച്ചത്. ഞങ്ങൾ ഗോദ്രേജ് മെയ്യാവില്ല, ഒരു കപ്പാട്ട് മെയ്യാവില്ല, പിന്നൊരു കപ്പാട്ട് മഹാനായ ആ ഉസ്താദ് സമസ്തത്തെ പ്രസിഡന്റ് എടുത്ത് വെച്ചത് കബറായിട്ടിരിക്കുന്നത് ബന്ധങ്ങളിട്ട് ചൊല്ലേ നന്റെ ഒട്ടുകൊന്നും ചൊല്ലുകില്ല, നന്റെ കബറുക്ക് വേണമായിട്ട് തുറക്കറു എന്നൊക്കെ പേടിയുണ്ടോ. മഹാനായ മുൽക്കിയിലെ ഒരേ വർഷകാലം 18 വർഷകാലം ഇമാമായിട്ട് മുദരിസായിട്ട് എല്ലാം ഗണികത്തെ കോട്ട ഉസ്താദ് വഫാത്തിലെ അതേ സീക്കിൽ കടന്നപ്പോ വഫാത്ത് കൊരിയമുന്നല്ലോ. ഉസ്താദേ നിങ്ങളെ കിഡ്നി ഒന്നു ചേഞ്ച് ആക്കിയിരുന്നല്ല ഇന്ത് ഡോക്ടർമാർ ചൊന്നപ്പോ ആരായ ഉസ്താദ് ചൊല്ലു നക്കല്ല തന്നെ മെയ്യാവലേ ഇനി വേറെടുത്തത് കൊണ്ടുവന്ന് വെക്കണ. അതേപോലെ മഹാനായ കാളമ്പാടി ഉസ്താദിനൊട്ടിക്ക് ഡോക്ടർമാർ ചൊല്ലറ് നിങ്ങൾക്ക് ചോര കൊടുക്കണോ, തനിക്ക് ചോരമയ്യാവൂല. അപ്പൊ ചോര കൊടുക്കണോ ചൊല്ലുമ്പോ കാളമ്പാടി ഉസ്താദിനെ സംശയ ആർക്കും എവിടെയെങ്കിലും ഇന്നെങ്കിൽ തേടിയുണ്ട് പറഞ്ഞു ചോരടകലേ. അതല്ല മെസ്സേജ് ഇടൂ, വാട്സപ്പ് ഫേസ്ബുക്ക്, അതല്ല മക്കളെ നന്റെ തടിക്ക് തന്റെ കണിക്കത്തെ ചോര അത് ഹലാലാ അത് ഹറാമാ ഗൊന്തുണ്ട മക്കളെ. കാരണമെന്തേ അല്ലാഹുവിന്റെ റസൂൽ ചൊന്നല്ലേ ഏതൊരുത്തര തടിയില് ഹറാമുടെ ചോര ബലഞ്ഞെങ്കില് അവന്റെ തടി സ്വർഗത്തേക്ക് പോവല്ലേ, അത് നരകത്തേക്ക് ചൊന്നില്ലേ. ധൈര്യം ഉണ്ടാ ഇനിയൊരുത്തര ചോരയുടെ കൊടുക്കും. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളെ കേൾക്കുകയോ അത് അള്ളാഹു തൗഫീഖ് നൽകിയ അമ്പിയാക്കന്മാരെ മുട്ട നിക്കടെ കണിക്കത്തെ ആലിമീങ്ങുകളാണ്ട് സാധ്യമാ. ಇದಕ್ಕೆಲ್ಲ ಮಾರ್ಗದರ್ಶನ ಆರಾಗೊಡುತ್ತದೆ. ಈಗೆಲ್ಲ ಆಧರಿಸಿ ಚೊನ್ನರಿ ನಮಗೂ നേതാവ് ശംസുല്ലമ ഇങ്ങെല്ലാം ചൊന്നെന്തിന് ഇത് രണ്ടാം കടക്കാരായിട്ടുള്ള ആലിമീങ്ങൾ ശംസുല്ലമ കണ്ണിയത്തിൽ നോക്കുമ്പോ ഇങ്ങനത്തെ ഇത്രയും സൂക്ഷ്മതയുള്ള ആത്മാരൊക്കെയും ചൊന്നത് കണ്ണിയത്ത് ഉസ്താദിനൊട്ടുകോ ശംസുല്ലമരൊട്ടുകോ ചൊന്നറി അതായിട്ടിക്കടെ ശംസുല്ലമയുടെയും അതുവായിട്ടിക്കടെ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെയും പവറി ഉണ്ട്. സയ്യിദുനാ വ ഖായിദുനാ ജിഫ്രി തങ്ങൾ ചൊന്നുകൊണ്ടുള്ളത് ഞങ്ങളൊട്ട് ഒന്നുമില്ല, ആ ശംസുല്ലമയുടെ ഒരു പൊരുത്ത മാത്രമുള്ളേ. അതായിട്ടിക്കടെ ഞങ്ങൾക്ക് ഇനിയും നമുക്ക് മനസ്സിലാക്കുന്നില്ല. അതല്ലാണ്ട് വേറെ നാനിപ്പട്ടെ മഹാനായ ഷാഫി ഇമാം ചൊന്ന പലക്കെ ಒಂದುಂಡ ಉಹಿಬ್ಬು ಸಾಲಿಹೀನ ವಲಸ್ತು ಮಿನ್ಹುಂ സാലിഹീങ്ങളെ നാണ് വിസറുകളെ വലസ്തു മിൻഹും നാണ് സാലിഹീങ്ങളിൽപ്പെട്ട ആളല്ല. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ ചൊന്നല്ലേ നിങ്ങൾക്ക് ഒരു ആലിമുണ്ട് ലോകം മുഴുവനും അഷ്ടദിക്ക് മുഴുവനും ഇൽമു നുറക്കണ കണിക്കത്തെ ആലിം സയ്യിദ് പണ്ട് എന്റെ കുടുംബത്തിൽ. അങ്ങനത്തെ ആലിമ ചൊന്ന പലക്കെന്തിന് നാണ് സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളല്ല. പക്ഷെ ഇഷ്ടപ്പെട്ട കാരണം എന്ത് അങ്ങനെ കൊണ്ട് നക്ക് നാളെ ഷഫാഅത്ത് കിട്ടുന്നു ചൊല്ലിയ ആശ മാത്ര വേറെന്തും കണ്ടിട്ട് വിശ്വസിച്ചില്ലേ.
അതായിട്ട് ഈ മഹാന്മാരായ സമസ്ത ആലിമീങ്ങളെ തിരിച്ചല്ലാണ്ട് ഞങ്ങളിട്ട് എന്തുമില്ല. ഇബാദത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ 1000 തലയിൽ കൊണ്ട് റുക്കു പോയതും നിനപ്പാവില്ല, ഫാത്തിഹ ഓതിയതും നിനപ്പാവില്ല. അത്തയ്യാത്ത ചക്കളി നാം എവിടെ ഉള്ള റയിലുള്ളമാ, ബസ്സിലുള്ള പള്ളിയിലുള്ളമാ, ഔത്തിലുള്ളമാ, ഗുന്താവില്ലേ ഞങ്ങളെ ഇബാദത്ത്. അപ്പോ ഞങ്ങൾക്ക് രക്ഷപ്പെടുകയുള്ള തെരുവെന്തരെ മഹാനായ ഷാഫി ഇമാം ഞങ്ങൾ കാട്ടിത്തന്നതുപോലെ സാലിഹീങ്ങളെ തിരിച്ചെടുക്കുന്നത് മാത്രമായിട്ട്, അത് മാത്രമായിട്ട് വേറെ യാതൊന്നും ഞങ്ങൾ കിട്ടക പോണ്ടല്ലേ. അപ്പോ ഞങ്ങൾ ചെന്നല്ലേ എന്റെ പലക്കത്തിനാണ് നീ പാടുകയും ശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് ഒരു ആയത്ത് ഖാഫ് സൂറത്തിലെ 34-ാമത്തെ ആയത്തിൽ അല്ലാഹു ഓർമ്മയാക്കിയ വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. ആ സ്വർഗത്തിന് മേന്മായിട്ട് എത്രയോ ആത്മാർ ആഗ്രഹിച്ചു പോയത് ആ സ്വർഗം മുട്ടമണ്ടതാറുക. അള്ളാഹുടെ ഭാഗത്തേക്ക് മടങ്ങണ ആൾമാർക്കായിട്ട് കിടി സ്വർഗം മുട്ടമണ്ടത്. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, വട്ടിയായിട്ടിരിക്കുമ്പോ ഒരുത്തനെ ആയിട്ടിരിക്കുമ്പോ അള്ളാഹുടെ പേടിക്കണ കണിക്കത്തെ ആൾമാർ പേടിക്കണ കണിക്കത്തെ കൽവുമായിട്ട് വണ്ട ആൾമാർ ഇങ്ങോട്ട് മാത്രമായിട്ട് സ്വർഗം മുട്ടവണ്ടത്. ഞങ്ങൾ സ്വർഗത്ത് കൊണ്ടല്ല, ഞങ്ങളെ സ്വർഗത്ത് മുട്ടാക്കണല്ല, സ്വർഗമേ ഞങ്ങളെ മുട്ടാവടൂ. 3 ഗുണങ്ങൾ വേണോ. ഒന്ന് അവ്വാബുൽ ഹകീം, റബ്ബുടെ ഭാഗത്തേക്ക് മടങ്ങണത്. 2 മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, ഒട്ടിയായിട്ടിരിക്കുമ്പോ അല്ലാഹുടെ പേടിക്കണത്. വജാഅ ബിഖൽബിൻ മുനീബ്, കേരിക്കണ ഹൃദയം. ചൊന്നു പറഞ്ഞ ഞാൻ ഇത്തരമുള്ള ഗുണങ്ങളെ ചൊന്നില്ലേ, ഇതെല്ലാമല്ലേ സമസ്തത്തെ ആലിമ്യങ്ങളുടെ ഉള്ളത്. ഇതല്ലേ വലിയ ആദ്യം അതായിട്ടിക്കത് സീമാവും ഈ ഇസ്ലാമുടെ ലക്ഷണങ്ങൾ, ആ ഗുണവിശേഷതകൾ അങ്ങനെ മുഖത്തിൽ കണ്ട് മഹാനായ സയ്യിദുനാ വഖായിദുനാ ജിബ്രീ തങ്ങളുടെ മുഖത്തിൽ നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. മഹാനായ ഖായിദുനാ വസയ്യിദുനാ അലിക്കുട്ടി ഉസ്താദിന്റെ മുഖത്തിൽ കാണുന്നത് സാധ്യമാവുള്ളൂ. ജബ്ബാർ ഉസ്താദിന്റെ മുഖത്തിൽ കാണുന്നത് സാധ്യമാവുള്ളൂ. കാക്ക ഉസ്താദിന്റെ മുഖത്തിലോ ഉള്ളൂർ ഉസ്താദിന്റെ മുഖത്തില് അത് നമുക്ക് കാണുന്നത് സാധ്യമാവുള്ളൂ. അല്ലാണ്ട് അങ്ങ് പോണ്ടേ കാറ, അങ്ങനെ ധരിക്കുന്ന ഡ്രസ്സ, അങ്ങനെ പ്രൗഢിയ, ആഡംബരമാ, മഹിമമാ, പ്രതാപമാ, ബോഡി ഗാർഡമാ, അതല്ലെങ്കിൽ സ്ക്വാഡ, അതല്ലെങ്കിൽ വേറെ ഒന്നും നമുക്കല്ല മുഖ്യമായ വിഷയം. അങ്ങ് അള്ളാഹുടെ പേടിച്ച് ജീവിച്ചത് ചൊല്ലതായിരിക്കും. അങ്ങനെ പിരിച്ചെടുത്തിട്ടെങ്കിലും നമുക്ക് സലാമത്താവണമെന്നുള്ള ഒരേ ഒരു വിഷയമായിട്ട് അമ്മൻ ഹുവ സാജിദൻ വഖായിമാ. ഈ ഗുണങ്ങൾ ഖുർആൻ ചൊന്നത് അമ്മൻ ഹുവ ഖാനിതുൻ ആനാൽ ലൈലി സാജിദാ. ജാവും പവലും ഇബാദത്തിൽ കരട് കണിക്കറ്റ ആൽമാർ, ആഖിറത്തെ പേടിക്കണ ആൽമാറായിട്ടിക്കണേ. ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون. ഊടെയും അല്ലാഹു കാട്ടിയത് ഇത് ചൊന്നിട്ടൊന്ന് ജാവും പോലും ഇബാദത്ത് എടുക്കണങ്ങ, ആഖിറത്തെ പേടിക്കണങ്ങ, അള്ളാഹുടെ റഹ്മത്തിനെ സ്വീകരിക്കണ ആൽമാർ. ഇത് ചൊന്നല് പിന്നെ അമ്മ ചൊന്നൊരു ഫലക്കമുണ്ട്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഇൽമുള്ളതും അല്ലാത്തതും ഒരുപോലെയല്ല. അപ്പൊ ഈ പേടിക്കുക ആർക്ക് സാധ്യ? ഇബാദത്ത് കറക്റ്റ് എടുക്കുക ആർക്ക് സാധ്യ? ആഖിറത്തെ ശരിക്കും പേടിക്കുക ആർക്ക് സാധ്യ? അള്ളാഹുവിന്റെ റഹ്മത്തിനെ സ്വീകരിക്കുക ആർക്ക് സാധ്യ? ഇങ്ങനത്തെ ആൾമാർഗായിട്ടിക്കടേ ഇതായിട്ടിക്കടേ അള്ളാഹു ഖുർആനിൽ ചൊന്നത്. അതുകൊണ്ട് ഖുർആൻ ലോകത്തിന് പക്ഷേ ഖുർആൻ അറബിയൻ ലിഖൗമി യഅലമൂൻ. എല്ലാവർക്കും അല്ല അത് വ്യാഖ്യാനിക്കപ്പെട്ടത്, അത് ബയാനാക്കപ്പെട്ടത് ലോകത്തിലുള്ള എല്ലാവർക്കും അല്ല, പിന്നെ ലിഖൗമി യഅലമൂൻ, ഇൽമുള്ള ആൾമാർക്ക് മാത്രമായിട്ടിക്കടേ. അല്ലാഹു ചൊന്നല്ലേ കിതാബുൻ ഫുസ്സിലത് ആയാതു, ഖുർആന്റെ ആയത്തുകളെ വ്യാഖ്യാനിക്കപ്പെട്ടത് ആർക്ക്? കള്ളുകത്തിന ഉണുക
അതല്ലെങ്കിൽ ഗാരസറാക്കണവണുക, ചിത്തുമുരി മുക്കണവണുക, താടി വിട്ടവിട്ടവണുക അല്ല. പിന്നെ ഖുർആൻ അറബിയ, അത് അറബി ഖുർആൻ വ്യാഖ്യാനിക്കപ്പെട്ടത് ലോകത്തിലുള്ള എല്ലാവർക്കും അല്ല. ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയിട്ട് പഠിച്ച പോലെയല്ല ഖുർആൻ പഠിക്കുന്നത്. ഇൽമുള്ള പക്വതയുള്ള യോഗ്യതയുള്ള ആത്മാരായിട്ട് കിടന്നത്. അതേ ആയത്തിന്റെ വ്യാഖ്യാനമാ ഖുർആൻ ചൊല്ലത്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. தெரிந்தவங்க தெரியாதவங்க ഒരുപോലെയല്ല. അപ്പോ ഞങ്ങൾ സമസ്തത്തെ പിറകെ നിൽക്കുന്ന പിന്നൊരു ഉദ്ദേശം നൽകുന്നെങ്കിലേ നബിയും സ്വഹാബത്തും പഠിപ്പാട്ടിയ ദീന്റെ ശരിക്കും ഞങ്ങൾക്ക് പഠിപ്പാട്ടിയത് ഞങ്ങളെക്കാട്ടി 90 വർഷത്തിന് മുന്നോട്ട് ജീവിച്ച വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസവിച്ച സമയത്ത് മമ്പുറം തങ്ങൾ നട്ടുച്ചയ്ക്ക് നക്ഷത്രം കണ്ട്, ഇത് കണ്ടിട്ട് മമ്പുറത്തെ മഹാനായ സയ്യിദ് അലവി തങ്ങള് പുതിയങ്ങാടിക്ക് വന്നിട്ട് ഈ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ചൊല്ല ചെറിയ കിടാവിടെ കയ്യിൽ പിടിച്ച് ദുആർത്ത് അല്ലാഹുമ്മ തവ്വിൽ ഉംറ ഹാദൽ വലദ്, ഈ കിടാവുടെ ഉംറ ഹാദൽ വലദ്, ഈ കിടാവുടെ ആയുസ് ദീർഘമാക്കി ദുആർത്ത് അങ്ങനെ 120 വർഷം ജീവിച്ചിട്ട് നട്ടുച്ചയ്ക്ക് നക്ഷത്രം കണ്ടപ്പോ മമ്പുറത്ത് സയ്യിദ് അലവി തങ്ങള് പുതിയങ്ങാടിക്ക് വന്നിട്ട് വരക്കൽ മുല്ലക്കോയ തങ്ങൾ കൊണ്ട് ആ ചെറിയ കിടാവുടെ കയ്യിൽ പിടിച്ചിട്ട് ദുആർത്ത് അല്ലാഹുവേ ഈ കിടാവുന് വലിയ ഒരു ദീന്റെ പ്രസ്ഥാനം അതുകൊണ്ട് നീ ആയുസ് നീട്ടിക്കൊണ്ട്. അങ്ങനെ ദീർഘമായി ജീവിച്ചിട്ട് 120 വർഷക്കാലം ജീവിച്ചിട്ട് വഫാത്തിന് 4 വർഷം മുന്നേ കെട്ടിക്കണേ സമസ്താച്ചുള്ള മഹിതമായ പ്രസ്ഥാനത്തെ ഉണ്ടാക്കുന്നത്. ഇത് നോക്കൂ, ഇനി എവിടെ വഫാത്തിന് 4 വർഷத்துக்கு മുന്നോട്ടായിട്ടിക്കണേ ഈ സമസ്താച്ചുള്ള ഗണിക്കത്തെ സംഘടന രൂപീകരിക്കണേ. എന്നിട്ട് അവിടെ ദുആർന്നത് അല്ലാഹുവേ മഹദി ഇമാം തോളം എതിരെ നിലനിർത്തി തമ്പുരാനേ. അതായിട്ടിക്കണ ഞങ്ങളെ പ്രസ്ഥാനം. അല്ലാഹു ആ പ്രസ്ഥാനത്തിൽ അടിവറച്ച് നിന്നിട്ട് നമുക്ക് ജീവിക്കുകയും അതുപോലെ ഞങ്ങളെ ഈമാന്റെ ബച്ചവാക്കുകയും തത്വമുള്ളങ്ങായി ജീവിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ചൊന്നത് യാറായി പോയിട്ടെങ്കിലും നമുക്ക് നിങ്ങൾ മാഫാക്കുറ ചൊന്നുണ്ടോ. ನಾನು ಬಹುಮಾನಪಟ್ಟ ನಿಜಾಮ್